ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോ ഇന്ന് കൊറേ കാലത്തില്ല 2 ദിവസത്തെ ലീവിന് തിരിച്ചു പോവാണ് ഗൈസ്. അയ്യോ, സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോവാൻ ഭയങ്കര മടിയാ. അവിടെ നിൽക്കുന്ന സമയത്ത് അത്രക്കൊന്നും ഭയങ്കര എന്താ പറയാ അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ ഭയങ്കര പോകാൻ തോന്നില്ലേ? വേണ്ടേനൊന്ന് അങ്ങനെ തോന്നിട്ട് അമ്മക്കും ഭയങ്കര സങ്കടമില്ലാന്ന് അല്ലേ അമ്മ? സങ്കടം ഇപ്പം കൊറേ ശരിയായി. സങ്കടം ശരിയായി. ഞാൻ ഇവിടുന്ന് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 3 കൊല്ലം ഞാനിവിടെ ആയേ. ആദ്യത്തെ ദിവസം എന്നെ കോളേജ് കൊണ്ടുവിടുമ്പോ എങ്ങനെയാണോ അതേപോലെയാണ് അമ്മ ഇപ്പോഴും ഉള്ളേ. എല്ലാ പ്രാവശ്യം ഞാൻ വന്നിട്ട് പോകുമ്പോ അമ്മ കരഞ്ഞോണ്ടിരിക്കും. കരഞ്ഞു കൊടുക്കും. അപ്പൊ ഇന്ന് കരണ്ട് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അമ്മ കരഞ്ഞ് നല്ല പോട്ട്. അയ്യോ, ഞാനിത് തിരിച്ചു വരൂല്ലേ? ഇപ്പൊ എനിക്കെന്താ, ഞാൻ വരും, ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. എന്നോടില്ലേ എങ്ങനെയുള്ള കാര്യേ. എന്നിട്ട് ഞാനിങ്ങനെ അമ്മേൻ്റെ അടുത്ത് പറയൂ, അമ്മ പിന്നെ എന്താ പറയാ, ഞാൻ നാട്ടിലേക്ക് വരട്ടെ നിൽക്കുമ്പോ എന്തിനാ വരുന്നത്, ഒരു ദിവസത്തേക്കൊന്നും വരണ്ട പറയും. ഏടെയെങ്കിലും ഒരമ്മ ഇങ്ങനെ ഉണ്ടാ? ഒരു ദിവസത്തേക്ക് വരണ്ടാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വന്നിട്ട് പോകുന്നവർക്ക് ഭയങ്കര വിഷമായിരിക്കും. അതുകൊണ്ടല്ലേ. എന്നിട്ട് എന്താ നേരത്തെ എന്തേലും പറഞ്ഞേ? എനിക്ക് വിഷമമൊന്നുമില്ല, എല്ലാം മാറി. പിന്നെ അതെല്ലാം അങ്ങനെ പറയലല്ലേ ഉള്ളൂ. എന്തായാലും വിഷമായിട്ട് അടുത്ത ആഴ്ച വരെ ഒന്നാമത് നമ്മൾ മാത്രം, ഞാനും 2 മക്കളും മാത്രം ഒരുമിച്ച് നിന്നൊരു ജീവിതമല്ലേ നമുക്ക് എപ്പോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്നെ വിട്ടു പോകുമ്പില്ല ഒരു വിഷമം, അത്രേ ഉള്ളൂ. അമ്മ വീഡിയോയിൽ നോക്കി സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. നമ്മള് ക്യാമറയിൽ നോക്കി സംസാരിക്കണം. അമ്മ വീഡിയോ എടുക്കുമ്പോ അമ്മേന്റെ മുഖത്ത് നോക്കി സൗന്ദര്യം നോക്കിയിട്ടാണ് വർത്താനം. ആരോ വന്നിട്ട് കമന്റ് അച്ഛന്റെ ഫ്രണ്ട് വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടേനു, പിന്നെ അമ്മ വീഡിയോയിൽ നോക്കി സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട്. ഞാൻ ശരിയാക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് അമ്മ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എന്തെല്ലോ കുറച്ചാക്കിയിട്ടുണ്ട്. ഇത് അത്ര വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല, ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. കാരണം രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം പോവാൻ റെഡിയാവാൻ നോക്കുമെന്ന് അന്നേരം എടുക്കുന്നത്. അപ്പോൾ എന്നാ ഇവിടെ പ്രിപ്പറേഷൻസ് എന്ന് കാണാം. നമുക്ക് ഞാൻ പോകുമ്പോ സങ്കടം ഉണ്ടാവേ. പിന്നെ എന്റെ മോള് പോകുമ്പോ എനിക്ക് എന്തായാലും സങ്കടം ഉണ്ടാവില്ലേ? അമ്മ എനിക്ക് സ്നേഹത്തോടെ പൊതി കെട്ടി തന്നുവിടുന്നു. ചിക്കൻ കറിയുണ്ട്, നെയ്ച്ചോറുണ്ട്, കുറച്ച് മതി. നെയ്ച്ചോറുണ്ട്, സാലഡ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ വേറൊരു പ്രത്യേക സാങ്കേതിക വിദ്യ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഫെററോ റോഷറിന്റെ പെട്ടി പോലെ തോന്നുമെങ്കിലും ഇതാണ്. മുട്ട ഇതാണ് ഇവിടുത്തെ മുട്ടയുടെ പെട്ടി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത്. നോക്കുമ്പോൾ കറക്റ്റാ നന്നായിട്ട് മുട്ട വെക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് ഇവിടെ എൻ്റെ മാമന്റെ മോൻ വന്ന സമയത്താണ് ഓന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമാണ് ഈ മുട്ട ഇതിനകത്ത് ഇട്ട് വെക്കാന്നുള്ളത്. അപ്പോൾ അമ്മയും വിചാരിച്ചു ഓക്കെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് അമ്മയാണ് ആ ഒരു ഇന്നോവേഷൻ ഇവിടെ നടപ്പിലാക്കിയത്. അല്ലേ അമ്മ? അമ്മ ഇവിടെ എന്താ പറയാ പൊതി കെട്ടിക്കൊണ്ടിരിക്കല കേട്ടാ. എനിക്ക് ഇങ്ങനത്തെ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പൊതി കെട്ടി വാഴയില ഇതാക്കി പൊതി കെട്ടി ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ എല്ലാം തരാൻ പറയും. എന്നാണ് എന്നാ അമ്മ ഇതെല്ലാം ഒരു ഉത്തരവ്. ഞാനിവിടെ മര്യാദക്ക് എന്നാ പറയണ്ടേ ഇതിനെ പറ്റിട്ടെല്ലാം വർണ്ണിച്ചു വരുമ്പോഴത്തേക്ക് ഇല കീറി വെച്ച് പോയിട്ട് ഞാൻ ആദ്യം ഒന്നുകൂടി മുറിച്ചിട്ട് വരണം. നമുക്ക് ഇല മുറിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. മര്യാദക്ക് വാട്ടണം, ഇല്ല കീറും. കൃത്യമായിട്ട് നിൽക്കുന്ന അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങനെയാ. നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ
മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട്. എവിടെയാണ് അമ്മേ ഇല മുറിക്കാൻ പോന്ന്? അമ്മേന്റെ 2 വാഴകൾ ഇവിടെ ഇല്ലല്ലോ. കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇത് വല്ലാത്ത കഷ്ടപ്പാടാണപ്പാ. ഞാൻ നേരത്തെ നോക്കുമ്പോ അമ്മ വാഴേന്റെ അടി പോയിട്ട് ചാഞ്ഞും ചെരിഞ്ഞല്ലോ നോക്കുന്നത്. ഒരു കീറലെങ്കിലും പിടിക്കണം പോലും. അതെന്തിനാ എപ്പവും പറയുന്നേക്കാ? അതെന്തിനാ? ഇല്ല, അങ്ങനെ പ്രായമുള്ളവര് പറയുന്ന കേൾക്കാം. അതുകൊണ്ട് ഞാൻ അതുപോലെ ചെയ്യുന്നു. ഇതിന് പ്രവർത്തിക്കാൻ നിന്നിട്ടില്ല. നമ്മളെ കറിവേപ്പില അന്ന് പറഞ്ഞ കറിവേപ്പില. ഇവിടെ കറിവേപ്പിലേന്റെ കുട്ടികളുണ്ട്, കാണാൻ പറ്റും. വലിയ ആളെ പോലെ വാട്ടുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ കെട്ടുമ്പോ പിന്നെയും കീറും. അത് പിന്നെ ഇല വാട്ടി കെട്ടുമ്പോ അങ്ങനെ തന്നെയാണ്. ഇത് നേരമില്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോന്ന് പെട്ടെന്ന് ഇങ്ങനെയല്ല ആവുക. നേരത്തോടെ പണിയെടുക്കുന്ന സമയത്ത് ഇതെല്ലാം നല്ല വൃത്തിക്കായി വരും. അമ്മ കണ്ണനെപ്പോ വരോ? കണ്ണനവന് ഓണാഘോഷ പരിപാടി ഉണ്ടോലു കോളേജിൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞു. നമ്മള് രണ്ടാളും ഒരുമിച്ച് വരുന്നത് റെയറായിട്ടേ ഉണ്ടാവും അല്ലേ? നമ്മൾ രണ്ടാളും ഇതിന് പോയതിന് ശേഷം ഓണത്തിനും വിഷുവിന് പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലേ നമ്മൾ ഒരുമിച്ച് ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഉണ്ടാകുന്നത് ഭയങ്കര റെയറായിട്ടാണ്. ഒന്നിക്കിൽ ഓൻ ഉണ്ടാവും അല്ലെങ്കിൽ ഞാനുണ്ടാവും. ഓൻ വരുന്ന സമയത്തല്ലേ ഞാൻ വരുന്ന സമയത്ത് ഓനോട് ഞാൻ ചോദിക്കും, നീ വരുന്നോ, നീ നാട്ടിലേക്ക് വരുന്നോ? ഓനാലും പറയും, നീ വരുന്നുണ്ടോ, നാട്ടിൽ വരുന്നുണ്ടോ? വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും എന്നാലും ചോദിക്കും. രണ്ടും തമ്മ കണ്ട അടിയാ. എപ്പം നോക്കിയാലും അടിയാവും അതിനെ കൊണ്ട്. അതാ പറഞ്ഞ, അടിയാണെങ്കിൽ നമ്മൾ ചോദിക്കും, എടാ നീ വരുന്നുണ്ടോ? ഓനും ചോദിക്കും, ഏണേ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്താ ഇപ്രാവശ്യം വന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓനയുടെ കഴിഞ്ഞ 2 ആഴ്ച ഓനയുടെ ഇടേനും ഞാനിടെ ഉണ്ടായിട്ടില്ല. ഓൻ പോയി പിറ്റത്തെ ആഴ്ച ഞാൻ വന്ന്. ഇനിയിപ്പോ ഞാൻ പോയി, ഞാനിന്ന് പോവും. ഇനി ഒരു 3-4 ദിവസം കൊണ്ട് ഓൻ വരും. ഓൻ വന്ന് പിന്നെ ഓണത്തിന് ഒരുമിച്ചുണ്ടാവും. അത് കഴിഞ്ഞ് പോയാൽ പിന്നെ എപ്പോൾ ഒരുമിച്ച് വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാനും ഓനും ഒരുമിച്ച് വരുന്നത് ഭയങ്കര റെയറാണ്. അതുകൊണ്ട് അമ്മക്ക് ഭയങ്കര നഷ്ട. കാരണം എന്താ വെച്ചാൽ അമ്മക്ക് നമ്മൾ രണ്ടാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഓന്റെ കാര്യം എന്താ വെച്ചാൽ ഓന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് അമ്മേന്റെ ഫുഡും അവന് ഇഷ്ടമാണ്. പക്ഷെ അവന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ ഓൻ വന്ന അമ്മക്ക് നഷ്ടം. എപ്പോഴും അമ്മ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വന്നാലും അമ്മക്ക് എന്തെങ്കിലും ആക്കിത്തരണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഇപ്പൊ രണ്ടാളും ഒരുമിച്ച് വരാത്തതുകൊണ്ട് നമുക്ക് ഓരോ ആഴ്ച ഇങ്ങനെ ചെലവായിക്കൊണ്ടേയിരിക്കും. അത് അമ്മ നഷ്ടമാണെന്നാണ് പറഞ്ഞു വരുന്നത്. എവിടെയാന്ന് ഇതിലെടുത്തിട്ട് പോകുന്നു? ഭയങ്കര നഷ്ടമാണ്. ഇപ്പൊ ഇത് വലിയ പൊതിയായി പോയി. അടിയിൽ ഒരേല ഞാൻ മാറ്റിയിട്ടില്ല. അയല ഇവിടെ രാവിലെ നല്ല മഴയാണ്, നല്ല കാറ്റും മഴയാണല്ലേ? എവിടെയാണ് എന്നോട് ചോദിക്കുന്നു. ഞാൻ ഈ വീട്ടിൽ നിൽക്കൽ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് അഞ്ജനെ അത് കൊടുത്തു, അഞ്ജന് ഞാൻ മാസത്തിൽ ഒരിക്കൽ വരിക. അന്നേരം എന്നോട് ഇവിടെ വെച്ച സാധനം കൊടുത്തു. ഇപ്പൊ ഞാൻ എങ്ങനെയാ കാണുക? എന്നോട് എങ്ങനെയാ ചോദിക്കുക? ഞാനിവിടെ നിക്കുന്നുണ്ടാ? അത് ചോദിക്കണ്ടേ? അതിന് ഞാനിപ്പോ ഒരു ചോറിന് കറിയാക്കുന്ന സമയത്ത് ഞാൻ അഞ്ജന എന്ന ചോറിന് കറിയാക്കുന്ന പോലെ അല്ലല്ല. ഇവിടെ ഞാൻ ഇല്ലാത്ത സമയത്ത് വെച്ച സാധനം ഞാൻ എങ്ങനെ കാണും? അപ്പൊ എല്ലാം ചോദിക്കും. ഇവിടെ പറയും ഞാൻ CID ആണ്. കാരണം ഞാൻ കണ്ണ വന്നു കഴിഞ്ഞാല് കണ്ണനോടേക്കും എന്താ ചോറിന് കറി എന്ത് എവിടെ വെച്ച് കഴിഞ്ഞാലും ഞാൻ കണ്ടുപിടിക്കും. എന്നാ ചോറിന് അമ്മക്കൊരു ടീങ്സ് എന്നാ ചോറിന് കറി വേണ്ടത് കണ്ണനോട് ചോദിക്കും. നീ വന്നു കഴിഞ്ഞാൽ നിന്നോട് ചോദിക്കും എന്നാ ചോറിന് കറി വേണ്ടത്. അതിന്റെ മണം വരാനായില്ല. പിന്നെ അമ്മ പണ്ടേ പറയുന്നതാ, എനിക്കൊരു സാധനം ഏടിയും കൊണ്ടാക്കാൻ പറ്റൂല, ഏടെ കൊണ്ടൊളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും അല്ലേ? എന്ത് സാധനം ഏടെ ഒളിപ്പിച്ച് വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും. പക്ഷെ ഇവർക്ക് രണ്ടാക്കും ആ കഴിവില്ല. എൻ്റെ അനിയന് ഒട്ടുമില്ല. ഓനോട് നമ്മള് പിന്നെ അത് എല്ലാ വീട്ടിലും അങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ അത് എന്താന്ന് വെച്ചാല് നമുക്ക് കള്ളത്തരം ഇല്ല, നിങ്ങൾക്ക് കള്ളത്തരം ഉണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? അല്ലേലും അമ്മയും മോനും എപ്പോ ഒറ്റക്കെട്ടാ. എന്ത് കൊണ്ടായാലും അമ്മയും മോനും ഒറ്റക്കെട്ടാ. ഞാൻ പുറത്ത് ഇപ്പൊ ഇവരുണ്ടല്ലോ, അമ്മയും മോനും ഒരുമിച്ച് കഴിഞ്ഞാൽ വന്നടിയാ, കൂട്ടത്തല്ല ഇടാ.
എന്തെങ്കിലും പറഞ്ഞ് ഇവൻ അമ്മേനെ ചൂടാക്കും, അമ്മ അങ്ങോട്ട് പറയും, എന്നിട്ട് രണ്ടാളും കൂടി ഇരുന്ന് സങ്കടപ്പെടും, എന്നിട്ട് എന്നെ വിളിക്കും. ഇങ്ങനെയാണെന്നാണ് ഇവൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിറ്റേന്ന് ഇവരൊക്കും, ഞാൻ പുറത്താവും. ഇത് പണ്ടേ ഇവിടെ നടക്കുന്ന ഒരു പ്രതിഭാസം. അത് ഇപ്പം പിന്നെ അതിനെപ്പറ്റി എനിക്ക് പിന്നെ വലിയ ബോധമല്ലേ ഞാൻ. അതെന്തുണ്ട്? എന്തിന് നിങ്ങളെന്തായാലും 2 ദിവസം കഴിഞ്ഞ് പോക്കും, പിന്നെ ഞാൻ പുറത്താവും, പിന്നെ ഞാനെന്തിനാ അവിടെ കിടന്ന് അത്രയും കഷ്ടപ്പെടുന്നത്. ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയായിരിക്കും. അമ്മമാർക്ക് മോനോട് ഏറ്റവും വലിയ ഇഷ്ടം, അമ്മക്ക് മോനോടല്ലേ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. അച്ഛനോട് ഇഷ്ടം. എനിക്ക് രണ്ടാളോട് ഒരുപോലെ ഇഷ്ടമാണ്. അത് വെറുതെ പറയുന്നേ, ഇന്നല്ലാണ്ട് വെറുതെ പറയുന്നത്. ഈ അമ്മ ഉണ്ടല്ലോ വെറും കള്ളത്തിയാ. ഞാൻ ട്രിവാൻഡ്രം പഠിക്കുന്ന സമയത്ത് ഞാൻ പൈസ എല്ലാം ചോദിക്കുക, പൈസ ചോദിക്കണ്ട, പാവം ഉണ്ടാവില്ല അല്ല വിചാരിക്കേ. എന്നിട്ട് ഞാൻ അവിടെ അമ്മ ഒരു 100 രൂപ ചോദിച്ചാൽ അമ്മ അറിയൂ പിന്നെ എന്നാ ഇല്ല തരാൻ പറ്റൂല, എന്നെ കളുമ്പത്ത് ഇല്ല തരാൻ പറ്റൂല അതെല്ലാം പറയാം. എന്തായാലും തരൂ, അത് വേറെ കാര്യം, തരൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കണ്ട, പാവം ഉണ്ടാവില്ല അതെല്ലാം വിചാരിച്ചിട്ട് വെറുതെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ചോദിക്കൂല. കണ്ണൻ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ അയച്ചു കൊടുക്കും. ഞാനും അച്ഛനും അറിയാണ്ട് ഈ അമ്മ കള്ളത്തിയ കണ്ണൻ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയുവാൻ ആൺകുട്ടിയല്ലേ, ആൺകുട്ടിക്ക് എന്നാ കൊമ്പുണ്ട പ്രവേശ്. ഇവിടെ അനീതിയാണ് നടക്കുന്നത്, അനീതി. എന്നിട്ട് ഇപ്പം എന്നോട് പറയൂ പിന്നെ എന്താ ഞാൻ പണ്ട് പിന്നെ നീ അച്ഛൻ അറിയാണ്ട് പൈസ അയച്ചു കൊടുത്തിന്, ഞാൻ അച്ഛന് വരാ പൊട്ടനാ നിങ്ങൾ പറ. എന്താ അനീതി ഇവിടെ നടക്കുന്നറിയാ? അനീതി ഇല്ല പോലും, അനീതിയൊന്നുമില്ല, സാധാരണയാണ് അങ്ങനെ. അപ്പൊ ഞാൻ ഒലിച്ചു വരുമ്പോ കിട്ടിയതാ. ഞാനൊന്ന് ഒലിച്ചു വരുമ്പോ കിട്ടിയതാ. പക്ഷെ ഓന് നിങ്ങൾ അറിയാണ്ട് നിങ്ങൾ ഓനെ ഒളിപ്പിച്ചു കൊടുക്കലുണ്ട്. പക്ഷെ ഓന അങ്ങനത്തെ നന്ദിയൊന്നുമില്ല, വൃത്തിയായിട്ടായിരുന്നു. ഈ വീഡിയോ കൊണ്ട് ഓൻ പറയാ എന്നെ നാണം കെടുത്തത് നിങ്ങള്. ഇതൊക്കെയാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാ, അല്ലെങ്കിൽ ഇവിടെ മാത്രം ഇങ്ങനെ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അമ്മമാരെല്ലാം കമന്റ് ചെയ്യണം, മക്കളും കമന്റ് ചെയ്യണം എങ്ങനെയാണ് നിങ്ങളെ വീട്ടിൽ നടക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഇറങ്ങുമോന്ന് റെഡിയായി, ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ കണ്ണൂർ പോയിട്ട് കുറച്ച് ആവശ്യമുണ്ട്, കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുണ്ട്. അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ വരുന്നുണ്ട്. മാതാജി എവിടെയാ പോന്ന? നമ്മൾ എവിടെയാ പോന്ന? കണ്ണൂർ. ഹായ് പറയൂ. ഇതാണ് എൻ്റെ അച്ഛൻ. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു യാത്രയാണ് ഈ തിരിച്ചു പോക്കെന്ന് പറയുന്നത്. എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ എന്താ പറയുക, ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു യാത്ര ഈ തിരിച്ചു പോക്ക് തന്നെയാണ്. സാധാരണ അമ്മ അങ്ങനെ കൊണ്ടാക്കാനൊന്നും വരയില്ല, കാരണം അമ്മ ആര് പോകുമ്പോൾ കൊണ്ടാക്കാൻ വരയില്ല, കാരണം അമ്മക്ക് സഹിക്കാൻ പറ്റില്ല. തിരിച്ച് എനിക്കാണെങ്കിലും അമ്മ കരയുന്നതാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പക്ഷേ ഇന്ന് ഒരു ചെറിയൊരു ആവശ്യം ഉള്ളതുകൊണ്ട് വന്നതാണ്. ട്രെയിൻ എടുക്കാനാകുമ്പോൾ അമ്മ തിരിച്ചു പോയി. പക്ഷേ ഈ ടാറ്റ പറഞ്ഞു പോകുന്ന മൊമെൻ്റ് ഇല്ലേ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അയ്യോ ഇനിയിപ്പം എപ്പോഴാണ് ഇങ്ങനെ ഇനി പോകാൻ പറ്റുക, വീട്ടിലേക്ക് വരാൻ പറ്റുക എന്നുള്ളൊരു തോട്ടൊക്കെ വരും. സാധാരണ എല്ലാവരും എന്നോട് ചോദിക്കും നീ എന്താ അധികം വീട്ടിൽ പോകാത്ത? ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകാത്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ണൂരിൻ്റെ നെയിം ബോർഡ് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴൊക്കെ ഭയങ്കര പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം. കൂടുതലും അമ്മേൻ്റെ ഫുഡ്, അതുപോലെ തന്നെ നാട്, വീട്, ഇതെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ വിട്ടു പോകുമ്പോൾ ചെറിയൊരു വിഷമം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.